രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ സിഖ് പരാമർശത്തിൽ വിവാദം കനക്കുകയാണ്. അമേരിക്കയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുമ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. ഇന്ത്യയിൽ നടക്കുന്ന പോരാട്ടം രാഷ്ട്രീയമല്ല എന്നും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനാണെന്നുമായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. സദസ്സിലുണ്ടായിരുന്ന സിഖ് വംശജനോട് പേര് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ പരാമർശം തുടങ്ങിയത്. സിഖ് വംശജന് ഇന്ത്യയിൽ ടർബൻ ധരിക്കാനുള്ള അനുമതിയുണ്ടോ? ഗുരുദ്വാരയിൽ പോകാൻ കഴിയുമോ? അതിനുവേണ്ടിയാണ് പോരാട്ടം. അതൊരു വ്യക്തിക്കോ ഒരു മതത്തിനോ വേണ്ടിയുള്ളതല്ലെന്നും രാഹുൽ പറഞ്ഞു. രൂക്ഷ വിമർശനമാണ് രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ BJP ഉയർത്തുന്നത്. വിദേശ മണ്ണിൽ ഇന്ത്യയെക്കുറിച്ച് അപകടകരമായ ആഖ്യാനമാണ് രാഹുൽ നടത്തിയതെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. 1984 സിഖ് വിരുദ്ധ കലാപകാലത്താണ് സിഖ് വംശജർ തലപ്പാവ് ധരിക്കാൻ ഭയപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി കുറ്റപ്പെടുത്തി. നിഷ്കളങ്കരായ 3000 പേരുടെ ജീവനാണ് അന്ന് കവർന്നത്. അവർ സ്വന്തം വീടുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. 1984 രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് മാത്രമാണ് സിഖ് വംശജർ രാജ്യത്ത് അരക്ഷിതരായിരുന്നതെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. രാജ്യം മുഴുവൻ ടർബൻ ധരിച്ചു നടന്നിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞ സാഹചര്യങ്ങളെക്കുറിച്ച് താൻ മനസ്സിലാക്കിയിട്ടില്ല. വിദേശ മണ്ണിലെ രാഹുലിന്റെ ഭാഷ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർബന്ത് സിംഗ് പന്നൂന്റേതിന് സമാനമെന്നും ഹർദീപ് ആരോപിച്ചു. വിവാദ പരാമർശത്തിൽ രാഹുലിനെ കോടതി കയറ്റുമെന്ന് BJP നേതാവ് RP സിംഗ് പറഞ്ഞു. രാഹുലിനെതിരെ കേസ് ഫയൽ ചെയ്യും. വിദേശത്ത് നടത്തിയ പരാമർശം ഇന്ത്യയിൽ നടത്താൻ രാഹുലിനെ സിംഗ് വെല്ലുവിളിച്ചു. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തോട് ഉത്തരവാദിത്തമുണ്ടെന്നും വിദേശത്ത് പോയി രാഹുൽ ഇന്ത്യയെ അപമാനിച്ചെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ വിമർശനം. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ സിഖ് അംഗരക്ഷകർ വധിച്ചതിനെ തുടർന്നാണ് 1984 രാജ്യത്ത് സിഖ് വിരുദ്ധ കലാപം അരങ്ങേറിയത്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടന്ന സിഖ് കലാപത്തെക്കുറിച്ച് വൻ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് രാജീവ് ഗാന്ധി പരാമർശിച്ചതും വൻ വിവാദമായിട്ടുണ്ട്. തൊഴിലില്ലായ്മയിൽ ഇന്ത്യയെയും ചൈനയെയും താരതമ്യം ചെയ്ത് ഡള്ളസിലെ ടെക്സസ് സർവകലാശാലയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശവും വിവാദത്തിലായിട്ടുണ്ട്. ഇന്ത്യയിലും അമേരിക്കയിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും തൊഴിലില്ലായ്മ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഉൽപാദന മേഖലയിലെ മികവ് മൂലം ചൈനയിൽ ഇങ്ങനെയൊരു സാഹചര്യമില്ലെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇതിനെതിരെയും BJP രംഗത്തു വന്നു. രാഹുലിന്റെ ചൈന സ്നേഹം വീണ്ടും പുറത്തുവന്നെന്നും വിദേശത്ത് ഇന്ത്യയെ അപമാനിക്കുന്നത് രാഹുലിന്റെ സ്വഭാവമാണെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി കുറ്റപ്പെടുത്തി.